Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. ഈ ഒരു വ്ളോഗ് ലൈലത്തുൽ ഖദറിൻ്റെ 2 days ബാക്ക് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി പോസ്റ്റ് ചെയ്യാൻ. ഇനിയും ലേറ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെ റമദാൻ സീരീസ് വ്ളോഗിൻ്റെ താഴൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റമദാൻ സീരീസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമോ, സീരീസ് വ്ളോഗ്സ് ചെയ്യുമോ എന്ന്. ആക്ച്വലി എൻ്റെ റമദാൻ ഒരു 2 years ബാക്ക് നല്ല രീതിയിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു റമദാൻ്റെ ശേഷം ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, നമ്മൾ റമദാൻ സീരീസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്നുള്ളതിന് പുറമെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഈ ഭാഗത്ത് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. സോ ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. സുഹൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള മോർണിംഗ് റുട്ടീൻസൊക്കെ എല്ലാ റമദാൻ ഡേയ്സും സെയിം ആണ് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആനോത്തൊക്കെ കഴിഞ്ഞാൽ ലുഹാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ഹെഡ് ചെയ്യൽ. ആൻഡ് റീസെൻ്റ്ലി എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ ബുക്കാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു ബുക്കായിരുന്നു. അൽഹംദുലില്ലാ, ഐ ആം സോ താങ്ക്ഫുൾ അബൌട്ട് ദിസ്. അൽഹംദുലില്ലാ, ഒരു ട്രാൻസ്ലേഷൻ ബുക്ക് ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കയ്യിലുള്ളത് നല്ലതായിരിക്കും. ഖുർആൻ നമ്മൾ സിമ്പിളായിട്ട് ഓതുന്നതിന് പുറമെ മീനിങ് അറിഞ്ഞ് പഠിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഇയറും ലൈലത്തുൽ ഖദർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇഫ്താർ ഫങ്ഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ്. ലൈലത്തുൽ ഖദർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുക, ആ ഒരു രാവുകൾ അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ലൈലത്തുൽ ഖദറിലെ പ്രധാനപ്പെട്ട രാവുകൾ മറക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തൗബ അധികരിപ്പിക്കുക, ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ പഠിച്ചോ നമ്മളെ തൗഫീക്ക് നൽകട്ടെ. ആൻഡ് ലൈലത്തുൽ ഖദറിലെ രാവിലെ പരിഗണിക്കുന്നവർക്ക് റബ്ബ് 1000 മാസം, അതായത് ഏകദേശം ഒരു 84-88 വർഷത്തോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലൈലത്തുൽ ഖദറിൻ്റെ ഭാഗ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പഠിച്ചോ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അവസാന 10 ഒറ്റപ്പെട്ട രാത്രികളിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ബാക്കിയുള്ള ഡേയ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈലത്തുൽ ഖദർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഫ്താർ മീറ്റപ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇഫ്താറിൻ്റെ അവസാന മീറ്റപ്പ് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു 2 days ബാക്കായിരുന്നു. ആ ഒരു ഡേ ഞാൻ എങ്ങനെയാണ് ഇഫ്താർ മീറ്റപ്സിന് വേണ്ടിയിട്ട് സ്നാക്സും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത് എന്നുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഇഫ്താറിൻ്റെ ഒരു 2 days ബാക്ക് തന്നെ ഞാൻ എൻ്റെ പ്ലാനിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പ്ലാനിങ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എൻ്റെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങനെ നടക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 50% എങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്ത് എടുക്കാറുണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കുറച്ചുകൂടി പ്രോ ആയിരിക്കുമല്ലോ. അതുപോലെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യാണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇഫ്താറിന് വേണ്ടിയിട്ട് 2 days മുന്നേ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് ആ ഒരു ഡേ എനിക്ക് ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഞാൻ ആ പ്ലാനിങ്ങിൽ സ്നാക്സിൻ്റെ പ്രിപ്പറേഷനും മെയിൻ ഫുഡിൻ്റെ പ്രിപ്പറേഷനും ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് റൈറ്റ് എ പ്ലാൻ ആക്കി വെക്കും. എന്നിട്ടത് പ്രോപ്പറായിട്ടുള്ളൊരു ടൈമോട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. സോ ഇന്നത്തെ പ്ലാനിങ്ങിൽ 12 o'clock മുന്നായിട്ട് എല്ലാ സ്നാക്കും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിസ്കാരം ഓത്ത് അതൊന്നും മിസ് ചെയ്യാണ്ട് വേണം ഈ ഒരു ഡേ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ. ബിക്കോസ് അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ 2 ആണ് ഞാൻ മെയിൻ കോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഹരിബറി ഫീലിംഗ് നമുക്കങ്ങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സ്നാക്ക് ഐറ്റത്തിൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഉന്നക്കായ ആയിരുന്നു. ഏതൊരു സ്നാക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് സ്റ്റോറേജ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്നാക്സൊക്കെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഫ്രീസർ സ്റ്റോറേജ് ഫുഡ്സ് സ്റ്റിക്കി ആയിട്ട് പോയി, അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നൊക്കെ.
ആക്ച്വലി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് വൈഡായിട്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റോറേജ് സിപ്പ് ലോക്ക് കവറിലാക്കി വെച്ചാൽ പിന്നെ സ്റ്റിക്കി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് മെത്തേഡ് പഠിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഫ്രീസർ സ്റ്റോറേജ് ഫുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സെക്കൻഡ് സ്നാക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ക്യാരറ്റ് പോളയാണ്. ഇതിൻ്റെ ഫില്ലിങ്സ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എഗ്ഗ് ജസ്റ്റ് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫങ്ഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെയും ടോഡ്ലേഴ്സിൻ്റെയും പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫില്ലിങ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് ക്യാരറ്റ് പോള. ബിക്കോസ് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഒരുപാട് നാട്ടിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പോൾ 2 to 3 ടൈപ്സ് ഓഫ് മെത്തേഡിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ ദാറ്റ്സ് ഓൾസോ ഡൺ. മെയിൻ കോഴ്സായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ കണ്ണൂരിലെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ മലബാർ ഏരിയസിലൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞിപ്പത്തലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബസ്മതി റൈസ് അല്ലെങ്കിൽ പൊന്നി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മിനിമം 4 to 6 hours നമുക്കത് റെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ടൈമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് സോക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. റൈസ് സോക്ക് ചെയ്യാൻ എടുക്കുന്ന 3 to 4 hours നമുക്ക് ബാക്കി എല്ലാ സ്നാക്സും പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ബിക്കോസ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും. സോ തേർഡ് ആൻഡ് ഫോർത്ത് സ്നാക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിക്കൻ റോളും നമ്മളെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോഴിയുടെയാണ്. ഇത് രണ്ടും സ്പൈസി ഫില്ലിങ്സ് ആയതുകൊണ്ട് സെയിം ഫില്ലിങ്സ് ഓക്കെ ആയിരിക്കും. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബീഫിൻ്റെ ഫില്ലിങ്സ് ആണ്. സോ ക്വിക്കായിട്ടൊരു ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. ഇഫ്താർ മീറ്റ്സപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയോ അല്ലെങ്കിൽ 2 days ബാക്കൊക്കെ ഇതിൻ്റെ ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ആ സ്നാക്ക് പെർട്ടിക്കുലർ ഡേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു കാര്യം ഞാൻ സ്കിപ്പ് ചെയ്തത്. ടോഡ്ലേഴ്സിൻ്റെ പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതുപോലെ ടൈം ഉണ്ടാവുന്ന സമയത്ത് ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഫ്താർ ഡേക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് നമ്മളുടെ മക്കൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഉറങ്ങണമെന്നോ എണീക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത രീതിയിൽ മൂവ് ചെയ്യണമെന്നോ ഇല്ല. അതുപോലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്സ് മാത്രം സെലക്ട് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഏത് ഫംഗ്ഷനും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് അറൗണ്ട് 10:30 AM. മോൻ്റെ സ്ലീപ്പിംഗ് റൂട്ടീനും ഫുഡ് റൂട്ടീൻസും ഒക്കെ പ്രോപ്പർ ആയതുകൊണ്ട് അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത രീതിയിൽ വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടി പറ്റാറുണ്ട്. സോ മോൻ എണീക്കാറായി. അവൻ്റെ സെക്കൻഡ് ടൈം നാപ്പാണ്. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ക്വിക്കായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. റമദാൻ സീരീസ് 1 ഞാൻ അവനൊരു നട്ട്സിൻ്റെ മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കൽ. ഒന്നെങ്കിൽ ഓട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ റാഗിൻ്റെ കൂടെ. മോനിപ്പോൾ 3 years ആയി. അവന് ഞാൻ സ്റ്റിൽ റാഗി എന്തായാലും കൊടുക്കാറുണ്ട്. ബിക്കോസ് ഓൾ ഗ്രെയിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ദെം. വലുതായെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു പ്രൊഡക്ട്സും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് വീക്ക്ലി 2 or 3 എങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുമുണ്ട്. ഒരുപാട് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സെയിം ഫില്ലിങ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ചിക്കൻ റോൾ, സമൂസ, കോഴിയട, സ്പൈസി ചട്ടിപ്പത്തിരി, ഇതിനൊക്കെ സെയിം മസാലയാണ് നമ്മൾ യൂസ് ചെയ്യൽ. സോ തീരെ ടൈമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം മസാല പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ബേബി അബൂദിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 10 minute റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ പെർഫെക്റ്റ്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള നട്ട്സ് പൗഡർ എത്ര ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം 1 tablespoon ആഡ് ചെയ്താൽ മതി. ഓവർഡോസ് ഓഫ് ഏത് ഫുഡാണെങ്കിലും അത് ബോഡിയിൽ തീരെ നല്ലതല്ല. അതുകൊണ്ട് മാക്സിമം 1 tablespoon ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ ചിക്കൻ റോളിനും സമൂസക്കും കോഴിയടക്കൊക്കെ ഉള്ള ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്നാക്സും പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഏതൊരു ഫുഡാണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു ഡിസിഷനോട് കൂടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നന്നായിട്ട് കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷം മാത്രം അതിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അത് ക്രിയേറ്റ് ചെയ്യും. അതിനിടയിൽ നിസ്കാരം കുറച്ച് അയണിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്ക് ചിക്കൻ റോളാണ്. ചിക്കൻ റോളിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. സോ ഞാൻ പുറത്തുനിന്ന് എപ്പോഴും ബ്രെഡ് ക്രംസ് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറാണ് പതിവ്. എയർ ഫ്രയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രഞ്ചി ബ്രെഡ് ക്രംസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും.
ക്യുക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റിൽ ക്രംസ് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 200 ഡിഗ്രിയിൽ മിനിമം 3 to 4 മിനിറ്റ് ബോത്ത് സൈഡ്സും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. നല്ല ഹോട്ടായിട്ടിരിക്കുന്ന ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഈ ബ്രെഡ്സ് സ്പോട്ടിൽ തന്നെ ക്രഷ് ചെയ്താൽ മാത്രമേ ബ്രെഡ് കംസ് പോലെയുള്ള ക്രംസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റുള്ളൂ. തണുത്ത് പോയാൽ നോർമൽ ബ്രെഡ് നമ്മൾ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റും. സോ അതൊന്ന് ടേക്ക് കെയർ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രംസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ അപ് ടു 1 വീക്ക് വരെ ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻ കോഴ്സായിട്ട് ഞാൻ കുഞ്ഞിപ്പത്തലാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മിക്സ് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. ഇത് അറൗണ്ട് ഒരു 4 to 5 hours നന്നായിട്ട് സോക്ക് ചെയ്ത റൈസാണ്. നന്നായിട്ട് സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ബസ്മതി റൈസിലേക്ക് 1.5 കപ്പ് ബസ്മതി റൈസിലേക്ക് 1/2 കപ്പ് കോക്കനട്ടും 1/2 ഓണിയനും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് വാട്ടർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. ഈ ബ്ലെൻഡ് ചെയ്ത മിക്സിലേക്ക് ആവശ്യത്തിന് പത്തൽപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് സ്മൂത്തായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ആൾക്കാർ ഞാനിതിലേക്ക് പത്തൽപ്പൊടി ഇടുന്നതിന് പകരം വൈറ്റ് റൈസ് പൗഡറും പുട്ടുപൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനത് വൈറ്റ് റൈസ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് പത്തൽപ്പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കുഞ്ഞിപ്പത്തലാണ്. ഇനി നമുക്കിത് കുഞ്ഞിപ്പത്തലിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടി പ്രിപ്പയർ ചെയ്തിട്ടെടുക്കണം. കോക്കനട്ട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. കുഞ്ഞിപ്പത്തലിൻ്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടിൽ ഉരുട്ടി ഉണ്ടാക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. സോ ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് സ്റ്റീം ചെയ്യാൻ വെക്കുമ്പോഴേക്കും സെക്കൻഡ് ബാച്ച് കൂടി ഉരുട്ടി പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി യമ്മിയായിട്ട് തോന്നിയത് കഴിക്കുമ്പോൾ കുഞ്ഞതായിട്ട് ഉണ്ടാക്കുമ്പോഴാണ്, അതായത് സ്മോൾ സൈസിൽ. ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും പെർഫെക്റ്റ് കുഞ്ഞിപ്പത്തൽ എന്ന് ഞാൻ പറയും. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികൾ കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ കറി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും, ബീഫ് കറി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ബീഫാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞിപ്പത്തലിൻ്റെ റെസിപ്പി. സോ നിങ്ങളുടെ കയ്യിൽ ബിഗ് സ്റ്റീമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് വെച്ച് കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ ബാച്ചിൽ തന്നെ നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിലുള്ള സ്റ്റീമർ ചെറുതായതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി പെർഫെക്റ്റ് ആയിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. സ്റ്റീം ആവുന്ന ഒരു ടൈം കൊണ്ട് ഞാൻ ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് മാക്സിമം 20 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. സ്റ്റീം ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂൾ ഡൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കൂൾ ഡൗൺ ആയി കഴിയുമ്പോൾ ഇതൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ടിരിക്കും. സോ സ്റ്റിക്കി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തൽ കറിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷം മാത്രം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഫില്ലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്നാക്സാണ് ചിക്കൻ റോളും സമൂസയും കോഴിയുടെയും ഒക്കെ. സോ ഫില്ലിങ്സ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ റോളിന് ബീഫ് മസാലയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബീഫ് മസാല വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ട ചിക്കൻ റോള് മാത്രം ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാലൻസ് നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ പിന്നീട് ക്ലിയർ ചെയ്തിട്ടെടുക്കാം. എൻ്റെ നാട്ടിലൊക്കെ കൂടുതലും ചിക്കൻ റോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിരി വരത്തിയിട്ടാണ് അതിൻ്റെ ഈ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആൻഡ് ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇതുപോലെ ദോശ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ റോളാണ്. ആൻഡ് അൽഹംദുലില്ലാ ഓൾമോസ്റ്റ് ഓൾ ഡൺ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഫ്താർ ഫങ്ഷൻസും ഇഫ്താർ ഗ്യാതറിങ്സും ഒക്കെ ഒറ്റ ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. മോർണിംഗ് കൊണ്ട് ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് പഠിച്ചവൻ തന്നിട്ടുള്ള കഴിവുകൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്ത് കാര്യവും ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു തോട്ട്. അൽഹംദുലില്ലാ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. മാക്സിമം ഇഫ്താർ ഗ്യാതറിങ്സും മീറ്റിങ്സും ഒക്കെ പവർ നൈറ്റിൻ്റെ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൻ്റെ തൊട്ടും മുന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് അൽഹംദുലില്ലാ റീസെൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഒരു മെത്തേഡാണത്. ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി. എനിക്ക് ഈ ലൈലത്തുൽ ഖദറിന് വേണ്ടി അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും
സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ കണ്ടിന്യൂസ്ലി ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമൻസൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത് കാണാൻ സം ടൈംസ് കമൻറ്റ് ബോക്സിൽ. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ കമൻറ്റിങ്, വാച്ചിങ്, ലൈക്കിങ്, ഷെയറിങ് ആൻഡ് സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഒരുപാട് ആൾക്കാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. And if you like this video, don't forget to like, share, comment and subscribe. Thank you.